ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ കരക്കുത്തൻ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വാക്സിനേഷനൊക്കെ എടുത്തിട്ട് വീട്ടിലുള്ള സുഖവാസത്തിലാണ് ഞാൻ കേട്ടോ. അപ്പൂപ്പനെ കളിപ്പിക്കുകയാണ് കേട്ടോ. പൂച്ചകൾ എന്ന് വെച്ചാൽ ഇഷ്ടമല്ലാത്ത അപ്പൂപ്പനാണ് എന്നെ കളിപ്പിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ഇവിടെ ഓർക്കണം കേട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് വയറിളക്കവും ഫുഡ് കഴിക്കാതാവുകയും ഛർദിലും പിന്നെ അങ്ങനെ വെള്ളം കുടിക്കാതാവുകയൊക്കെ ചെയ്തപ്പോൾ അമ്മയ്ക്ക് പേടിയായി കേട്ടോ. എന്നെ പനിക്കുകയും ചെയ്തു. അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ പൂച്ചയ്ക്ക് ഇതുപോലെ തന്നെ വരികയും അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് പേടിയാവുകയും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ പാർവോയുടെ സീസണാണ്, നമുക്കൊന്ന് പാർവോ ടെസ്റ്റ് ചെയ്യാം, ലക്ഷണങ്ങൾ കണ്ടിട്ട് അങ്ങനെ സംശയം തോന്നുന്നുവെന്ന്. അങ്ങനെ എന്റെ പാർവോ ടെസ്റ്റ് ചെയ്തു കേട്ടോ. പാർവോ പോസിറ്റീവ്. അമ്മ തലകറങ്ങി താഴെ വീണില്ലാന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ നിന്നും ആദ്യത്തെ ആന്റിബയോട്ടിക് സ്വീകരിച്ച് എനിക്കുള്ള സിറപ്പും എല്ലാം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞു അവന് ഇപ്പോഴും വെള്ളം കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണമെന്ന്. പിന്നെ ഇതിങ്ങനെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും ഡീഹൈഡ്രേഷൻ നമുക്ക് സംഭവിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പലരും ഈ ഭൂമി വിട്ടു പോകുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടെങ്കിൽ മെയിനായിട്ടും നമ്മുടെ അമ്മമാരെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തോണ്ടേയിരിക്കുക. എൻ്റെ അമ്മ എനിക്ക് ദിവസവും വെള്ളം എങ്ങനെയെന്ന് ചോദിച്ചാൽ രാത്രി കിടന്നു കഴിഞ്ഞാലും അമ്മ ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് എനിക്ക് വെള്ളം തന്നുകൊണ്ടേയിരിക്കും, അലാറമൊക്കെ വെച്ച് കേട്ടോ. പിന്നെ എനിക്ക് ഫുഡ് തന്നതെന്ന് പറഞ്ഞാൽ അമ്മ ചിക്കൻ മാത്രമാണ് എനിക്ക് തന്നത്. ചിക്കൻ ബോൺലെസ് പീസാണ് എനിക്ക് പുഴുങ്ങി അത് തരികയായിരുന്നു കേട്ടോ. അല്ലാതെ മറ്റു ഫുഡൊന്നും ഞാൻ ആ ടൈമിൽ കഴിച്ചിരുന്നില്ല, എനിക്ക് കഴിക്കാൻ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് എനിക്ക് ചിക്കൻ തന്നുകൊണ്ടിരുന്നത് തന്നെ അമ്മ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അരച്ച് അങ്ങനെ ജ്യൂസ് പോലാക്കി ഇതുപോലെ തന്നെ കോരിത്തരിക തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനും എല്ലാം മടിക്കും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ മനുഷ്യരായാലും പൂച്ചകളായാലും ആരായാലും മൃഗങ്ങളായാലും ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയാൽ നമ്മൾക്ക് മാറാത്ത അസുഖങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ദിനമായിരുന്നു ഇത് കേട്ടോ, ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട്. പിന്നെ മെയിനായിട്ടും എൻ്റെ അമ്മയുടെ ഒരു ത്യാഗം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് കേട്ടോ. എന്നെ അതുപോലെ പൊന്നുപോലാണ് നോക്കിയത് എൻ്റെ അമ്മ. പെട്ടെന്ന് എനിക്ക് മേലാതായെങ്കിലും എൻ്റെ അമ്മ എന്നെ കൈവിട്ട് കളഞ്ഞില്ല കേട്ടോ. വെറും ഒരു പൂച്ചാണ്ടിയല്ല ഇനി അവിടെ കിടന്നു എന്നൊന്നും അമ്മ കൈയൊഴിഞ്ഞില്ല എന്നെ കേട്ടോ. എന്നെ അമ്മ എൻ്റെ അമ്മ പൊന്നുപോലെ എന്നെ നോക്കി കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാമേ എൻ്റെ ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു, ഞാൻ കുടിച്ച വെള്ളം ഏതൊക്കെയായിരുന്നു എന്നുള്ളതെല്ലാം.